നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. മുഖ്യമന്ത്രിക്കെതിരെ പോരുമുറുക്കി കോൺഗ്രസിൽ ഒരു വിഭാഗം. വിമർശനം ഉന്നയിച്ച ജിൻഡോ ജോണിനെയും VR അനൂപിനെയും മാധ്യമ വക്താവ് സ്ഥാനത്ത് നീക്കാൻ KPCCക്ക് കത്ത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ VD സതീശൻ. KSUവിന്റെ അഭിപ്രായമനുസരിച്ച് ഭരണകാര്യങ്ങൾ തീരുമാനിക്കാനാകുമോ എന്ന് മന്ത്രി റോജി M. ജോൺ. വിമർശനത്തിന് പരിധി വേണമെന്ന് മന്ത്രി AP അനിൽകുമാർ. തിരുത്തൽ തുടരുമെന്ന് അലോഷ്യസ്. കുവൈറ്റിനെയും ബഹ്റിനെയും ആക്രമിച്ച് ഇറാൻ. കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റിൽ തീപിടുത്തം. വൈദ്യുതി ഉൽപാദന യൂണിറ്റുകളെ ബാധിച്ചു. ബഹ്റിന് നേരെയും വ്യോമാക്രമണം. കപ്പൽശാല ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. അഭിമുഖത്തിൽ സൂചിപ്പിച്ചത് മിഷൻ സമുദ്രയ്ക്ക് ലക്ഷ്യമിടുന്ന നിക്ഷേപമെന്ന് വാർത്താക്കുറിപ്പ്. 10,000 കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്നത് ഒറ്റ കമ്പനിയിൽ നല്ലെന്നും കുറിപ്പിൽ. സർക്കാർ വിശദീകരണം ദക്ഷിണേന്ത്യയിലെ എവിടെയും നിക്ഷേപത്തിലില്ലെന്ന ടാറ്റയുടെ ഔദ്യോഗിക പ്രതികരണത്തെ തുടർന്ന്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയില്ലാതെ CPM. വിഷയം കഴിഞ്ഞ കാര്യം തന്നെയെന്ന് പിണറായി വിജയൻ. ബിനോയ് വിശ്വത്തിന്റെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്നും വിശദീകരണം. MR അജിത്കുമാറിനെതിരെ ഉടൻ നടപടിയില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചന. വിശദീകരണം തേടാനും സാധ്യത. ഗൺമാന്റെ മർദ്ദനമേറ്റ KD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും മുഖ്യമന്ത്രിയെ കാണും. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമെന്ന നേതൃത്വം. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദവും ചർച്ചയായി. യോഗം നടന്നത് രാവിലെ പാണക്കാട്. കുതിച്ചു പാഞ്ഞ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഹരിയാനയിലെ ജിന്ദിനും സോനിപ്പത്തിനുമിടയിൽ സർവീസ്. ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗതാഗതമെന്ന അപൂർവ നേട്ടത്തിലേക്ക് ഇന്ത്യയും. സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലെന്ന് മന്ത്രി. ദീർഘകാലാടിസ്ഥാനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും സണ്ണി ജോസഫ്. പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ തീവ്ര മഴ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. കനത്ത കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ഇറാന്റെ ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുതി ഉൽപാദന ജലശുദ്ധീകരണ പ്ലാന്റിന് കേടുപാടുകൾ. കുവൈറ്റ് വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിൽ വലിയ തീപിടുത്തമുണ്ടാവുകയും അത് വൈദ്യുത ഉൽപാദന യൂണിറ്റുകളെ ബാധിക്കുകയും ചെയ്തുവെന്ന് കുവൈറ്റ് അറിയിച്ചു. മേഖലയിൽ സംഘർഷം കടുക്കുന്നതിനിടെ ഇന്ന് ബഹ്റിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണ ശ്രമങ്ങളുണ്ടായി. അത് പ്രതിരോധിച്ചുവെന്നും തങ്ങളുടെ വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാത്തിനും ഫലപ്രദമാണ് എന്നും ബഹ്റിൻ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. പക്ഷേ അപ്പോഴും ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുന്നുണ്ട്. അവരുടെ മൊബൈൽ ഫോണുകളിൽ ഇപ്പോഴും അലേർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മനു ഭരത് ചേരുന്നു. മനു, 6ാം ദിവസവും അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. ഇറാന്റെ ജനവാസ മേഖലകൾ അടക്കമാണ് ആക്രമണം ഉണ്ടായത്. മരണസംഖ്യ 30 കടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ രാവിലെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ കുവൈറ്റ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗൾഫിലെ രാജ്യങ്ങളിലുടനീളം ആക്രമണം അഴിച്ചുവിടുകയാണോ ഇറാൻ? ഇതൊരു പ്രത്യാക്രമണം എന്നാണ് ഇറാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. തങ്ങളുടെ ഇറാൻ ഷെയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്കൊരു മറുപടിയായാണ് ഈ ബഹ്റിനിലും ജോർദാനിലും കുവൈറ്റിലുമൊക്കെ ആക്രമണം എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. അത് കൂടുതൽ ശക്തമായി തുടരും എന്ന് തന്നെയാണ് റവല്യൂഷണറി ഗാർഡ്സ് കോർ അറിയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയൊക്കെ ഇടക്കാലത്ത് വന്നിരുന്നെങ്കിലും ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് 6ാം ദിവസവും തുടർച്ചയായി ഈ ആക്രമണം നടക്കുമ്പോൾ ഇനി ഈ സംഘർഷം അയയുന്നതിൻ്റെ സാധ്യതകൾ പരിമിതമാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നു. നേരത്തെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ചില ചർച്ചകളൊക്കെ നടന്നിരുന്നുവെങ്കിലും അതിനെ തുടർന്ന് 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിലും അതൊന്നും ഇപ്പോൾ ഫലവത്തായിട്ടില്ല എന്ന്
വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നത്. സ്വാഭാവികമായും ഈ സിറിയയിലെ അൽതൻ സൈനിക താവളത്തിലേക്ക്, അമേരിക്കയുടെ താവളത്തിലേക്ക് ശക്തമായൊരു ആക്രമണം ഇപ്പോൾ നടത്താൻ കഴിഞ്ഞു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അവിടുത്തെ ഈ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന് നേരെയാണ് അവിടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ജോർദാന് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നു. ജോർദാൻ ഈ ഘട്ടത്തിൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകൾ പലതും തകർത്തതായി വിജയകരമായി വെടിവെച്ചിട്ടു എന്ന തരത്തിലുള്ള അറിയിപ്പുകൾ നൽകുന്നു. ഏതായാലും ഇത് തങ്ങളുടെ പ്രതികാര നടപടി എന്ന തരത്തിൽ തന്നെയാണ് ഇറാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇന്നലെ US-ന്റെ വ്യോമ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. 8 പേരെ ഈ ഇന്നലെ നടന്ന മൊത്തത്തിലുള്ള ആക്രമണത്തിൽ 8 പേർ ജീവൻ നഷ്ടമായെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ ഷെഹറിലെയും ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് പുറകെയാണ് സിറിയയിലെ അൽതൻ ിലുള്ള ഈ US കമാൻഡിന് നേരെ ആക്രമണം നടന്നത്. ഒപ്പമാണ് മനു ഈ ഹോർമുസിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. തങ്ങൾ ഹോർമുസ് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക പറയുന്നു. പക്ഷേ ഹോർമുസ് മാത്രമല്ല, ചെങ്കടലിലും വലിയ ആധിപത്യം സ്ഥാപിക്കാൻ ഇറാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. പൂർണ്ണമായും ഹോർമുസ് ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയാണോ ഇപ്പോൾ? ഹോർമുസിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു എന്ന വിവരങ്ങൾ ഒരു വശത്ത് വരുമ്പോൾ തന്നെ ഇന്ധനവിലയിൽ അതിൻ്റെ ഒരു പ്രതിഫലനവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2% ക്രൂഡിൻ്റെയും ബെൻഡ് ഓയിലുകളുടെയും ഒക്കെ വില ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഹോർമുസിൽ സമാധാനമില്ല. കപ്പലുകൾ നീക്കം ഇപ്പോഴും തടസ്സപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് അവിടുന്ന് പുറത്തു വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ നാവികർ ഇത്തരം കപ്പലുകളിൽ ഉണ്ടാകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഹോർമുസിൽ നിന്ന് ഒരു ആശ്വാസകരമായ വാർത്തകളല്ല വരുന്നത്. പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു, സമാധാനം അകലെ എന്ന സൂചന തന്നെയാണ് രഞ്ജിത്ത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. തീർച്ചയായും മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ടാറ്റ കപ്പൽ നിർമ്മാണശാല വിവാദത്തിൽ പ്രതികരണവുമായി കേരള സർക്കാർ. മിഷൻ സമുദ്രയുടെ ഭാഗമായി വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടി രൂപ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുക ഏക നിക്ഷേപ കരാർ ആദ്യമായി ഉറപ്പിച്ചുവെന്നതല്ല. ഇതിന്റെ ഭാഗമായാണ് മലബാർ സിമന്റ്സ് ലിമിറ്റഡും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡും ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സൗകര്യമൊരുക്കിയത്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് വാർത്താക്കുറിപ്പിൽ വിശദീകരണം നൽകിയിരിക്കുന്നത് ഇക്കാര്യമാണ്. KSUവിനോടുള്ള നീരസം പരസ്യമായി പ്രകടമാക്കി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥി സംഘടനാ നേതൃത്വം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിയറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി കടന്നുപോയി. കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ സദസ്സിലുണ്ടായിരുന്ന അലോഷ്യസ് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചുവെങ്കിലും മുഖ്യമന്ത്രി കടന്നുപോവുകയായിരുന്നു. ലീഡർ നിയമനത്തിൽ സർക്കാരിൻ്റെ പിശക് ചൂണ്ടിക്കാണിക്കുകയായിരുന്നെന്നും ചിരിക്കുന്നതാണ് രാഷ്ട്രീയമെന്നും അലോഷ്യസ് സേവിയർ പിന്നീട് പ്രതികരിച്ചു. ഞങ്ങളുടെ എതിർദിശയിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി UDF ഭരിക്കുന്ന ഈ കാലഘട്ടത്തെ ഗവൺമെന്റ് ലീഡറായി കടന്നു വരുമ്പോൾ എന്റെ പ്രവർത്തകർ KS യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉയർത്തുന്ന വികാരത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ് എന്റെ രാഷ്ട്രീയം, ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിന്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനൊരു വിമർശനമായി കണക്കാക്കേണ്ട കാര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പോരായ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി, അത് ചൂണ്ടിക്കാണിച്ചു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. KSUവിനെതിരെ മന്ത്രി AP അനിൽകുമാർ. വിമർശനങ്ങൾക്ക് പരിധിയുണ്ട്, പരാതികളും പ്രയാസങ്ങളും നേതൃത്വത്തെ അറിയിക്കാം, നേതൃത്വം അത് ഗൗരവമായി എടുക്കും, അതിന്റെ പേരിൽ പരിധി വിട്ട വിമർശനങ്ങൾ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു. പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിലല്ലെന്നും അനിൽകുമാർ വ്യക്തമാക്കി. അല്ല, അത്തരം അതൃപ്തികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അവരത് പറയാം, ലീഡർഷിപ്പിനോട് പറയാം. അപ്പോൾ ആ ലീഡർഷിപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് അത് ഗൗരവമായിട്ട് എടുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. അത്തരത്തിൽ
ഉള്ള വിമർശനങ്ങളെ അതേ രീതിയിൽ തന്നെ കാണുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം. അപ്പോൾ അതല്ലാതെ അങ്ങനെ അവരോട് യുദ്ധം ചെയ്യാനൊന്നും ആരും പോകാറില്ല. എക്കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് പുതുമയായിട്ട് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വിമർശനങ്ങൾ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ കാര്യങ്ങളും KSUവിനോട് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുമോ എന്ന് മന്ത്രി റോജി എം ജോൺ. ഭരണപരമായ കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും. മുഖ്യമന്ത്രിയെ കാണാൻ ആർക്കും സാധിക്കും. പഴയ മുഖ്യമന്ത്രിയെ പോലെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഭരണ സംവിധാനമല്ലെന്നും റോജി എം ജോൺ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, മന്ത്രിമാരെ കാണാൻ ഇവിടെ ആർക്കും ഒരു തടസ്സവുമില്ല. അത് മുൻകൂട്ടി അനുവാദം വേണ്ട, അത് കാണാം. നിങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കൂടുതൽ അതിനകത്ത് വായിക്കാൻ പോകുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. നിങ്ങൾ അതിനകത്ത് കൂടുതൽ വായിക്കാതിരുന്നാൽ ഇതൊരു കുഴപ്പമില്ല. KSU തീരുമാനിക്കേണ്ട കാര്യം KSU തീരുമാനിക്കും. കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും INTUസും ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒത്തിരി സംഘടനകളുണ്ട്. അവരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അവരവർ തീരുമാനിക്കും. ഗവൺമെന്റിന് ഭരണപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യും. ഓരോ കാര്യങ്ങളും നമ്മളെല്ലാവരും അതിനൊക്കെ ഓരോ സംവിധാനം, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ കാര്യവും KSUവിനോട് ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനോട് ആലോചിച്ചിട്ടോ അങ്ങനെയൊക്കെ അല്ല ചെയ്യുന്നത്. അത് ഓരോ കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് തക്കതായ സമയത്ത് തീരുമാനങ്ങൾ എടുത്തായിരിക്കും പാർട്ടി മുന്നോട്ട് പോകുന്നത്. പ്ലീഡർ നിയമന വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴനാടൻ MLA. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുത്ത സർക്കാരാണിത്. ആ ഉത്തരവാദിത്തം പാലിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് കുഴനാടൻ പറഞ്ഞു. എരുതിയിൽ എണ്ണ ഒഴിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി KSU നേതാക്കളെ വൈകാതെ കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCL സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്. എന്തെങ്കിലും തിരക്ക് കൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം കാണാൻ കഴിയാതെ പോയത്. മുഖ്യമന്ത്രി യുവജന നേതാക്കളെ കാണാത്തതിന് കാരണം അദ്ദേഹത്തിന് അറിയാവൂവെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിലെ മാധ്യമ വക്താക്കളെ നീക്കണമെന്ന് VD സതീശൻ പക്ഷം. ജിൻഡോ ജോണിനെയും VR അനൂപിനെയും വക്താക്കൾ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകി. ഇരുവരും ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും സതീശനെ വിമർശിച്ചതിന് പിന്നാലെയാണ് കത്ത്. KPCC സെക്രട്ടറി രാജു P നായരാണ് കത്ത് നൽകിയത്. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് പകരം KC വേണുഗോപാലാണ് ഉദ്ഘാടകൻ. സതീശിനെ ബോധപൂർവം ഒഴിവാക്കിയതോ എന്ന ചോദ്യം കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉയരുന്നുണ്ട്. കോട്ടയത്ത് തന്നെ അന്ന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സതീശൻ പുതുപ്പള്ളിയിൽ എത്താത്തതിന് കാരണമെന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി അസൗകര്യം അറിയിച്ചെന്ന് ചാണ്ടി ഉമ്മൻ ന്യായീകരിക്കുന്നു. ചില രാഷ്ട്രീയങ്ങൾ ഉണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ചാണ്ടി ഉമ്മൻ ഇന്നലെ ഇത് വിശദീകരിച്ചത് ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടിരുന്നതാണ്. മുഖ്യമന്ത്രി മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനായി പുതുപ്പള്ളിയിൽ എത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഏറ്റവും കൗതുകം നിറഞ്ഞ ചോദ്യം, ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ നാളെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്താനുള്ള സാധ്യത VD സതീശൻ എത്തിയേക്കും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏതാണ്ട് 3ഓളം പരിപാടികൾ ഇതിനപ്പുറം VD സതീശനുണ്ട്. രാവിലെ ചങ്ങനാശ്ശേരിയിലും പിന്നാലെ കടുത്തുരുത്തിയിലും തിരുവഞ്ചൂരും എല്ലാം പരിപാടികൾ ഉണ്ട്. ഒരുപക്ഷെ ഉച്ചയോടുകൂടി അദ്ദേഹം കല്ലറയിൽ എത്തിയേക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. രാവിലെ 10 മണിക്കാണ് KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്, ഈ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയുള്ളത്. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾ സ്വാഭാവികമായും നടക്കേണ്ടിയിരുന്നത്. കാരണം തൊട്ടു മുമ്പുള്ള മുഖ്യമന്ത്രി കൂടി ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ, ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് എന്തായാലും ചാണ്ടി ഉമ്മന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദമായി നിൽക്കുന്നുണ്ട്. ഈ ഒരു VD സതീശന്റെ ഒരു ഇടപെടൽ ചാണ്ടി ഉമ്മന്റെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള വാർത്തകൾ അക്കാലത്ത് ഉണ്ടായിരുന്നതാണ്.
ഫലത്തിൽ കോൺഗ്രസിൽ സതീശനെതിരെ ഒരു നീക്കം സജീവമാണ്. ഒരു പക്ഷത്ത് KC വേണുഗോപാൽ നിൽക്കുന്നു. അങ്ങനെ ഒരാളെ കൊണ്ട് ACCയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്നിരുന്നാൽ തന്നെയും അങ്ങനെ ഒരാളെ കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഷ്ട്രീയവാദം ഒരു വശത്തുകൂടി കൊഴുക്കുക തന്നെയാണ്. ഇടവേള. Champions in the arena. Rise from the streets. Streets remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ UDF കാലത്ത് മാത്രമാണ് പവർ കട്ട് ഉണ്ടാകുന്നത് എന്നത് രാഷ്ട്രീയ ആരോപണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. ഏപ്രിൽ മാസത്തിലടക്കം പവർ കട്ടുണ്ടായി. വൈദ്യുതി ഉപഭോഗത്തിൽ സംസ്ഥാനം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ മത്സരം നടക്കുന്ന ഞായറാഴ്ച അധിക വൈദ്യുതി വാങ്ങുമെന്ന് സണ്ണി ജോസഫ് അറിയിച്ചു. അത് തെറ്റായ പ്രചരണമാണ്. നിങ്ങൾ ഏപ്രിൽ മാസം നോക്ക്, ആരുടെ കാലമാണ്? ഏപ്രിൽ മാസം 22 മുതൽ 27 വരെ വൈദ്യുതി കട്ടുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മെയ് 11, 18 വന്നേ. മെയ് 10, 11 തീയതികളിൽ പവർ കട്ടുണ്ടായിരുന്നു. AK ബാലൻ തന്നെ എന്നോട് ഈ ആഹ്വാനം നടത്താൻ പറഞ്ഞത് അദ്ദേഹം നടത്തിയ ആഹ്വാനത്തിന്റെ ഫലം കണ്ടിട്ടാണെങ്കിൽ അതിൻ്റെ തന്നെ അപ്പോൾ ഉണ്ടായിരുന്നു. 1000-ന്റെ അധിക ഉപയോഗം ഈ ഒരു വർഷം വന്നു. എന്നാൽ ഉൽപ്പാദനം കൂടിയില്ല, ഉൽപ്പാദനം കുറഞ്ഞു. ഉപഭോഗം കൂടി, ഉൽപ്പാദനം കുറഞ്ഞു. അവിടെയാണ് ഉപഭോഗം എന്തായാലും എത്ര പറഞ്ഞാലും കുറയ്ക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ വരും, കൂടുതൽ വീടുകൾ വരും, കൂടുതൽ ആവശ്യങ്ങൾ വരും, കൂടുതൽ ചൂട് വരും. ഉപഭോഗം സ്വാഭാവികമായിട്ടും കൂടും. പക്ഷെ ആ ഉൽപ്പാദനം കൂട്ടാനുള്ള എല്ലാ നടപടികളുമാണ് നമ്മൾ തീവ്രയത്നമാണ്. ഓരോ ദിവസം വാങ്ങുകയാണ്. നമ്മളിങ്ങനെ ഓഫർ കൊടുത്തിരിക്കുകയാണ്, ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അവർ പുറകോട്ട് പോകും. നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ തരില്ല, കൂടുതൽ വിലയ്ക്ക് വിൽക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ചിലപ്പം കൂടുതലായിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ സർക്കാർ തയ്യാറെടുപ്പ് നടത്തിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പൂർണ്ണമായ കെടുകാര്യസ്ഥതയാണ്. കഴിഞ്ഞ ദിവസം വൈദ്യുതി ഇല്ലാതെ 1.25 മണിക്കൂർ കഴിയേണ്ടി വന്നു. മുൻകൂട്ടി അറിയിക്കാതെയാണ് നിയന്ത്രണമെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കീമേനി ആണവ നിലയത്തിനെതിരെ പ്രതിപക്ഷം ആണവ നിലയം കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും അതിശക്തമായ എതിർപ്പുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പാലക്കാട് KSEBയുടെ അപ്രതീക്ഷിത കറണ്ട് കട്ട് മൂലം അത്യാസന്ന നിലയിലുള്ള രോഗി മരിച്ചതായി പരാതി. ഹോസ്പിറ്റലിൽ നിന്നും ഓക്സിജന്റെ സഹായത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത രോഗി ഇന്നലെയുണ്ടായ കറണ്ട് കട്ടിൽ സപ്ലൈ നിലച്ചതിനെ തുടർന്ന് മരണപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ നിന്നും ഓക്സിജന്റെ സഹായത്തോടെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത M കൃഷ്ണനാണ് മരിച്ചത്. ഒരു മിനിറ്റ് പോലും ഓക്സിജൻ ഇല്ലാതെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കറണ്ട് കട്ടായപ്പോൾ തന്നെ വീട്ടുകാർ KSEBയിലേക്ക് വിളിച്ച് അവസ്ഥ അറിയിച്ചെങ്കിലും എന്തുകൊണ്ട് ഇൻവെർട്ടർ മേടിച്ചില്ല എന്നായിരുന്നു മറുപടി. രാവിലെ 6 മണിയോടെ കൃഷ്ണൻ മരിക്കുകയായിരുന്നു. 2 തവണയായിട്ട് പവർ കട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു ഓക്സിജൻ്റെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലിലുള്ളതാണ്. അപ്പോൾ ഫുൾ ടൈം ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പവർ കട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഓക്സിജൻ ലെവൽ താഴ്ന്നു പോയി. അതൊരു സർവൈവ് ചെയ്തു. ഫസ്റ്റ് ടൈം ഒരു 20-25 മിനിറ്റോളം പവർ കട്ടായിരുന്നു. അപ്പോൾ അത് സർവൈവ് ചെയ്ത് പിന്നെ ഒരു 11:30, 11:45 ആ ടൈമിൽ വീണ്ടും പോയി. അതൊരു 20 മിനിറ്റ് 25 മിനിറ്റോളം നീണ്ടു നിന്നിരുന്നു. ആ ടൈമിൽ KSEB ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ ആ ടൈമിൽ ഇനി ഈ ഒരു അവസ്ഥ വേറൊരു ആർക്കും വരാതിരിക്കട്ടെ, അതിനുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുക. ആദ്യം ഒരു 7 മണിക്ക് ഒരു അരമണിക്കൂറോളം പോയി. പിന്നെ ഒരു 11:45 കഴിഞ്ഞിട്ടാണ് അർദ്ധരാത്രിയാണ് പോകുന്നത്. ഒരു 12:15 വരെയൊക്കെ പോയിട്ടുണ്ടാകും. നമ്മൾ വിളിക്കുമ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നു. ഒന്നും ചെയ്യാനില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ADGP MR അജിത് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കില്ല. വകുപ്പ് തല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. SITയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തിങ്കളാഴ്ച ആഭ്യന്തര മന്ത്രിക്ക് കൈമാറിയേക്കും.
അജിത് കുമാറിൽ നിന്ന് അതിനു മുൻപ് വിശദീകരണം തേടാനും സാധ്യതയുണ്ട്. നടപടി വകുപ്പുതല അന്വേഷണം ഉണ്ടായാലും DGP ആയുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. കശുവണ്ടി അഴിമതിയിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിന്റെ ആധികാരികതയെ ഹൈക്കോടതിയിൽ എതിർത്ത് CBI. ഉത്തരവിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഒപ്പില്ലെന്ന് പരാതി. ഒപ്പില്ലെങ്കിൽ ആധികാരികത സംശയമാകുമെന്ന് കോടതി. വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട പകർപ്പ് CBIക്ക് സർക്കാർ നൽകാൻ നിർദ്ദേശം. ഉത്തരവിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ഒപ്പ് വേണം. 2 ദിവസത്തിനുള്ളിൽ അനുമതി ഉത്തരവ് കൈമാറാനാണ് നിർദ്ദേശം. കശുവണ്ടി അഴിമതിയിലെ കോടതി അലക്ഷ്യ നടപടി തുടരണമോ എന്നതിൽ തീരുമാനം പിന്നീട് അറിയിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. അപകട മുന്നറിയിപ്പ് ഉണ്ടായിട്ടും പ്രദേശത്തെ മൺകൂന മാറ്റിയില്ലെന്നും അശ്രദ്ധ മൂലമുള്ള മരണമെന്ന കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്നുമാണ് അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാന്റെ റിപ്പോർട്ട്. പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നും ശുപാർശ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും കരാർ കമ്പനിക്കും എതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർ കൈമാറുന്ന നടപടിയിൽ അശാസ്ത്രീയത എന്ന ആരോപണം. തലസ്ഥാനത്തെ സ്റ്റേഷൻ തെരഞ്ഞെടുപ്പിലാണ് സേനയ്ക്കുള്ളിൽ വിമർശനം. VVIP സന്ദർശനം ഉൾപ്പെടെ പതിവായി നടക്കുന്ന മേഖലയിലാണ് സ്റ്റേഷൻ ചുമതല SIക്ക് കൈമാറാനുള്ള തീരുമാനം. രാജ്യാന്തര വിമാനത്താവളവും ഡൊമസ്റ്റിക് ടെർമിനലും ഉൾപ്പെടുന്ന വലിയതുറ സ്റ്റേഷന്റെ ചുമതല SIക്ക് നൽകും. ഓഗസ്റ്റ് 15 മുതലാണ് പുതിയ പരിഷ്കാരം. 2018 ആരംഭിച്ച പുതിയ പരിഷ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 414 പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് തന്നെ കൈമാറുന്ന പുതിയ നടപടി ഓഗസ്റ്റ് 15 നിലവിൽ വരികയാണ്. പക്ഷേ സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 64 നഗര കേന്ദ്രീകൃതവും അതോടൊപ്പം കുറ്റകൃത്യങ്ങൾ കൂടിയതുമായ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല CIമാർ തന്നെ തുടരും എന്നതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെ വരുമ്പോൾ നിലവിൽ CIയുടെ ചുമതലയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് എനിക്ക് പിന്നിൽ കാണുന്ന വലിയതുറ പോലീസ് സ്റ്റേഷൻ. ഈ സ്റ്റേഷന്റെ പ്രത്യേകത ഡൊമസ്റ്റിക് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഉൾപ്പെടെയുള്ള 2 പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ, അതോടൊപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ സാധാരണയായി കേരളത്തിൽ വന്നു പോകുമ്പോൾ തലസ്ഥാനത്ത് വിമാനമിറങ്ങുമ്പോൾ ആ വിമാനമിറങ്ങുന്ന സ്ഥലത്തിന്റെ സ്റ്റേഷൻ പരിധിയുടെ ചുമതലയുള്ളത് ഈ വലിയതുറ പോലീസ് സ്റ്റേഷൻ CIക്കായിരിക്കും. അങ്ങനെയുള്ള ഈ സ്റ്റേഷൻ നിലവിലെ പരിഷ്കാരം അനുസരിച്ച് CIയുടെ ചുമതലയിൽ നിന്ന് മാറി SI സ്റ്റേഷൻ ഹൌസ് ഓഫീസറായി വരാൻ പോകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം എന്ന് പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടുന്ന തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്തും ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന ടെക്നോ പാർക്ക് സൈബർ സിറ്റി പരിസരത്തും ഒക്കെ CIമാർ തന്നെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി പ്രവർത്തിക്കുക. പക്ഷേ ഇത്രയും തന്ത്രപ്രധാനമായ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയതുറയിൽ നിലവിൽ CI ആയിരുന്നു സ്റ്റേഷൻ ഹൌസ് ഓഫീസർ. ആ ചുമതല അദ്ദേഹത്തിൽ നിന്ന് മാറ്റി SIക്ക് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പരിഷ്കാരങ്ങൾ എത്തി നിൽക്കുന്നത്. നിലവിൽ പൂന്തുറ CIയുടെ കീഴിലായിരിക്കും ഈ വലിയതുറ സ്റ്റേഷൻ വരിക. പൂന്തുറ എന്ന് പറയുന്നത് എത്രമാത്രം സെൻസിറ്റീവായ ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു സ്ഥലത്തെ CIക്ക് പ്രധാനപ്പെട്ട 3 സ്റ്റേഷനുകളുടെ ചുമതല കൈമാറുമ്പോൾ അതിലൊന്നായി മാത്രം വലിയതുറ ചുരുങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. അതിനുശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് 15 മുതൽ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുന്നത്. അങ്ങനെ ഈ പുതിയ പരിഷ്കാരം നടപ്പിൽ വരാൻ പോകുമ്പോൾ വളരെ വിചിത്രമായൊരു നടപടി ഈ 2 വിമാനത്താവളങ്ങൾ ഉൾക്കൊള്ളുന്ന പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം എപ്പോൾ വിമാനത്താവളത്തിലൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാത്ര ചെയ്താലും അതിന് കൃത്യമായി സാന്നിധ്യം ഉണ്ടാകേണ്ടത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വലിയതുറ സ്റ്റേഷന്റെ ചുമതലയുള്ള CIക്കാണ്. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനെയാണ് SHO ആയി പുതിയ SI വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കാരണം അശാസ്ത്രീയമായിട്ടാണ് ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നത് എന്ന വിമർശനം ഒരു വശത്തെ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് വരുന്ന ഓഗസ്റ്റ് 15 മുതൽ പഴയ കാലത്തിലേക്ക് 2018 മുമ്പുള്ള ശൈലി എങ്ങനെയായിരുന്നു സമാനമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ നിലവിൽ SHOമാർ CIമാരാകുന്ന 64 സ്റ്റേഷൻ പട്ടികയിലേക്ക്
ഈ വലിയുതറ പോലീസ് സ്റ്റേഷനെ കൂടി ഉൾപ്പെടുത്തണം. കാരണം ഇതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് SHOമാരുടെ പട്ടികയിലേക്ക് വലിയുതറ സ്റ്റേഷനെ കൂടി ഉയർത്തണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. UDF സർക്കാരിൽ മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമെന്ന് ലീഗ് യോഗത്തിൽ വിലയിരുത്തൽ. പേഴ്സണൽ സ്റ്റാഫ് നിയമന വിവാദവും പാണക്കാട് ചേർന്ന യോഗത്തിൽ ചർച്ചയായി. എന്താ സംശയവും? അത് മാത്രമല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇത് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇതുവരെ പോയ പോലെ തന്നെ പോകും, ഒരു പ്രശ്നമില്ല. സംഘടനാ സംവിധാനം തന്നെയാണ് മുസ്ലിം ലീഗിലുള്ളത്. വഖഫ് ബോർഡ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കത്തിന് പ്രതിപക്ഷം. സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചെന്നാണ് പ്രതിപക്ഷ ആരോപണം. വഖഫ് ബോർഡിനെ നിർജീവമാക്കിയ കോടതി ഇടപെടലിന് വഴിയൊരുക്കിയത് സർക്കാർ നയങ്ങളാണെന്നാണ് പ്രതിപക്ഷവാദം. വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം. കേന്ദ്ര നിലപാടിന് ഒത്താശ ചെയ്യുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ കൂടി നിലപാടാണിത്. മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് BJPയുടെ കേന്ദ്ര സർക്കാർ സംഘപരിവാർ നയങ്ങൾക്ക് കുടപിടിക്കുകയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഒരു ചെറുത്തുനിൽപ്പുമില്ലാതെ അവരോട് യോജിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരത്തിന് വഴങ്ങി പൂർണ്ണമായും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിയമം നടപ്പാക്കാമെന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ നിലപാടിനെതിരെ വഖഫ് ബോർഡും രംഗത്ത് വന്നു. സർക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണിത്. സർക്കാർ ഒത്താശ ചെയ്യുകയാണ് കേന്ദ്രത്തിന്റെ നിലപാടിനെന്നാണ് വഖഫ് ബോർഡിന്റെയും ആരോപണം. എന്നാൽ പിണറായി വിജയൻ കളവ് പറയുകയാണ്. സംസ്ഥാന സർക്കാർ കേന്ദ്ര നിലപാടിന് അനുകൂലമായി കോടതിയിൽ ഒരിടത്തും ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നാണ് ലീഗ് നേതാവ് PMA സലാം ഇന്ന് പ്രതികരിച്ചത്. സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ രണ്ടാം മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. എന്നാൽ സലാമിന്റെ ആരോപണങ്ങൾ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. സംസ്ഥാന സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉദ്ധരിച്ചുകൊണ്ടാണ്, അത് വായിച്ചുകൊണ്ടാണ് സലാമിനെതിരെ പിണറായി ഇന്ന് രംഗത്ത് വന്നത്. ആരാണ് കളവ് പറയുന്നതെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുമെന്നായിരുന്നു പിണറായിയുടെ മറുപടി. അമുസ്ലിങ്ങളെ ഇപ്പോൾ ഈ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കം മതനിരപേക്ഷത തകർക്കുന്നതെന്നാണ് CPMന്റെ ഇടതുമുന്നണിയുടെയും നിലപാട്. ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനെതിരെയാണ് ഈ നീക്കമെങ്കിൽ ഇനി മറ്റു വിഭാഗങ്ങൾക്കും ഈ അവസ്ഥ വരുമെന്ന മുന്നറിയിപ്പും ഇന്ന് പിണറായി വിജയൻ നൽകി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SITക്ക് തിരിച്ചടി. ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തള്ളി വടകര JFCM കോടതിയാണ് ഹർജി തള്ളിയത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഏകപ്രതിയായ MK റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് ആണ് ചോദ്യം. നടൻ മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ എബ്രഹാം P. മീഞ്ചങ്കര 3 ജോഡി ആനക്കൊമ്പുകളുള്ള കാര്യം മറച്ചുവെച്ചത് എന്തിനെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. പുതുതായി വെളിപ്പെടുത്തിയ 3 ആനക്കൊമ്പുകളുടെ വിവരങ്ങൾ കൂടി മോഹൻലാലിനോട് വെളിപ്പെടുത്താനാണ് DFO ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഇതെന്തുകൊണ്ടാണ് പെട്ടെന്ന് മോഹൻലാൽ ഈ 3 ആനക്കൊമ്പുകളുടെ വിവരങ്ങൾ കൂടി പറഞ്ഞത്? അത് വനം വകുപ്പും മോഹൻലാലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് പരാതിക്കാരനായ അഭിഭാഷകൻ പറയുന്നത്. ഇത്രയും നാളും, അതായത് 2015 നിയമ പോരാട്ടം തുടങ്ങിയത്. അന്നൊന്നും വെളിപ്പെടുത്താതെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് മോഹൻലാൽ കടന്നതെന്നൊരു സംശയം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിന്റെ പിന്നിൽ സമഗ്രമായ അന്വേഷണം വേണം. പെട്ടെന്നുള്ള ഈ വെളിപ്പെടുത്തലിൽ ദുരൂഹതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിനെ സംരക്ഷിക്കുക, അതായത് തന്റെ പക്കലുള്ള ആനക്കൊമ്പിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ മോഹൻലാലിന് വനം വകുപ്പിന് നൽകി കഴിഞ്ഞാൽ മോഹൻലാലിനെ സംരക്ഷിക്കുന്ന, നിയമപരമായി സംരക്ഷിക്കുന്ന തലത്തിലേക്ക് വനം വകുപ്പ് കടന്നേക്കും എന്നൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒരു അഫിഡവിറ്റിൽ ഗ്രാൻഡ് മദറിൻ്റെ ആണ് എന്ന് പറഞ്ഞിട്ട് പറ്റൂല. അദ്ദേഹം ആ 13 ശില്പങ്ങളും ഫാമിലിയിലെ അസറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊന്നും ഒരു തെളിവില്ല. ഇതൊക്കെ ഇനി പരിശോധിച്ച് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടും മറ്റ് ഡോക്യുമെൻ്ററി ആയിട്ട് പരിശോധിച്ചാൽ ഏത് കാലഘട്ടത്തിലാണ്, എവിടത്തേതാണ്, അതിൻ്റെ ഏജ് എന്താണ്, ഇതെല്ലാം പരിശോധിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ തന്റെ പക്കലുള്ള 3 ജോഡി ആനക്കൊമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത്. മൊത്തം 5 ജോഡി ആനക്കൊമ്പുകളാണ് മോഹൻലാലിന്റെ പക്കലുള്ളത്. അതോടൊപ്പം തന്നെ
ഇതുകൊണ്ട് നിർമ്മിച്ച വസ്തുക്കളും മോഹൻലാലിന്റെ പക്കലുണ്ടെന്നാണ് മോഹൻലാൽ മലയാറ്റൂർ DFOയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പക്ഷേ തന്റെ അമ്മയുടെ അമ്മൂമ്മ തനിക്ക് നൽകിയതാണ് ഈ ആനക്കൊമ്പുകൾ എന്നാണ് മോഹൻലാൽ പറയുന്നത്. പക്ഷെ അത് സമ്മാനമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ വന നിയമപ്രകാരം അങ്ങനെ സമ്മാനമായി ആനക്കൊമ്പോ വന മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ എന്നും കൈമാറാൻ പാടില്ല എന്നാണ് വനം വകുപ്പിന്റെ നിയമത്തിൽ അനുശാസിക്കുന്നത്. അത് തെറ്റിച്ചാണ് മോഹൻലാൽ ചെയ്തിരിക്കുന്നതെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് തനിക്ക് പാരമ്പര്യമായി ലഭിച്ച ആനക്കൊമ്പാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളടക്കം മോഹൻലാൽ വനം വകുപ്പിന് കൈമാറിയേ മതിയാകൂ. എന്തായാലും വിശദമായ ഒരു പരിശോധന തന്നെയായിരിക്കും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. സാധാരണക്കാരന് ഒരു നിയമവും നടനായതുകൊണ്ട് മോഹൻലാലിന് മറ്റൊരു നിയമവുമാണോ ഇവിടെ ഉള്ളത് എന്നൊരു ചോദ്യമാണ് ഈ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. ആരടിക്കും ലോകകപ്പ്? ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലാറ്റിൻ അമേരിക്ക യൂറോ പോരിനാണ് ഫുട്ബോൾ ലോകകപ്പിന്റെ ഫൈനൽ വേദിയാകാൻ പോകുന്നത്. 74 വർഷങ്ങളുടെ പോരാട്ട ചരിത്രത്തിൽ ഒപ്പത്തിനൊപ്പമാണ് ഇരു ടീമുകളും. 14 മത്സരങ്ങൾ ഏറ്റുമുട്ടിയതിൽ 6 മത്സരങ്ങൾ വീതം ജയിച്ചിട്ടുണ്ട് അർജന്റീനയും സ്പെയിനും. മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന ഫൈനലിസ്മ റീഷെഡ്യൂൾ ചെയ്ത പോലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളും കൊമ്പുകോർക്കുകയാണ് ലോകകപ്പിന്റെ കലാശപ്പോരിൽ. 2 ഫുട്ബോൾ കരുത്തുകളുടെ പ്രതിനിധികളെങ്കിലും പരസ്പരം നന്നായി അറിയുന്ന 2 ടീമുകളാണ്. അർജന്റീനയുടെ ഇതിഹാസ നായകൻ ജീവിതത്തിലെ പ്രധാന കാലഘട്ടം ചെലവിട്ടതും സ്പെയിനിൽ തന്നെ. ലോക കിരീടത്തിനായുള്ള പോരാണെങ്കിലും സൗഹൃദാന്തരീക്ഷം ഇല്ലാതാക്കില്ല ഈ 2 ടീമുകളുമെന്നുറപ്പ്. മെസ്സിയും യമാലും നേർക്കുനേർ വരുന്നുവെന്നതാണ് കൗതുകകരം. 2006 കുഞ്ഞു യമാലിനൊപ്പമുള്ള മെസ്സിയുടെ ചിത്രങ്ങൾ അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പറക്കുകയാണ്. ആകെ 14 തവണയാണ് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയത്. 2 ടീമിനും 6 ജയം വീതം സ്വന്തം. 2 മത്സരങ്ങൾ സമനിലയിൽ. ലോകകപ്പിൽ 1 തവണയാണ് അർജന്റീനയും സ്പെയിനും മുഖാമുഖമെത്തിയത്. 1966 ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീന 2-1 ജയിച്ചു. 2018 ഈ 2 ടീമുകളും അവസാനമായി രാജ്യാന്തര വേദിയിൽ കണ്ടത്. മെസ്സി ഇല്ലാതെ ഇറങ്ങിയ അർജന്റീനയെ 6-1 ആ സൗഹൃദ പോരിൽ സ്പെയിൻ തകർത്തത്. 2 ലോക കിരീടങ്ങൾ നേടുന്ന ഏക ക്യാപ്റ്റനാകാൻ മെസ്സി പരിശ്രമിക്കുമ്പോൾ പ്രതിരോധ കരുത്തും മിഡ്ഫീൽഡിലെ ക്രിയാത്മകതയും ചേർത്തുവെച്ചാണ് സ്പെയിൻ ആധിപത്യത്തിന് ശ്രമിക്കുന്നത്. 2ാമത്തെ ലോക ഫൈനൽ കളിക്കുന്ന സ്പെയിൻ സുവർണ തലമുറയുടെ പിന്മുറക്കാരാകാൻ ആഗ്രഹിക്കുന്നു. ലയണൽ മെസ്സിക്ക് ഒരുപക്ഷെ അവസാന രാജ്യാന്തര വേദിയായി മാറാം ഈ ലോകകപ്പ് ഫൈനൽ. റൊസാരിയോക്കാരനാണെങ്കിലും ജീവിച്ചത് മുഴുവൻ സ്പെയിനിലാണ്. സ്പെയിനെ മറികടന്ന് ലോക കിരീടം ഉയർത്താനായാൽ അതിലും മികച്ചൊരു പടിയിറക്കമില്ല ഫുട്ബോൾ രാജാവിന്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ഫുട്ബോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ദക്ഷിണേന്ത്യൻ ടെലിവിഷൻ OTT മേഖലയിലെ നിർമ്മാതാക്കളുടെ പുതിയ കൂട്ടായ്മയായ ടെലിവിഷൻ ആൻഡ് OTT പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ ഓഫ് സൗത്ത് ഔദ്യോഗികമായി നിലവിൽ വന്നു. എറണാകുളത്ത് നടന്ന ചടങ്ങിൽ സംഘടനയുടെ ഉദ്ഘാടനവും വാർത്താ സമ്മേളനവും നടന്നു. എറണാകുളം റെക്ക ക്ലബ്ബിൽ നടന്ന ചടങ്ങിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. ദക്ഷിണേന്ത്യൻ ടെലിവിഷൻ OTT മേഖലയിലെ നിർമ്മാതാക്കൾ നേരിടുന്ന പൊതുപ്രശ്നങ്ങൾക്ക് ഏകോപിതമായ പരിഹാരം കണ്ടെത്തുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ബ്രോഡ്കാസ്റ്റർമാർ, OTT പ്ലാറ്റ്ഫോമുകൾ, നിർമ്മാതാക്കൾ, കലാകാരന്മാർ, സാങ്കേതിക പ്രവർത്തകർ എന്നിവർക്കിടയിൽ കൂടുതൽ സഹകരണവും ഏകോപനവും ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തന പദ്ധതികളും വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ടോപ്കോസ് പ്രസിഡന്റ് A. പ്രസാദ് റാവുവിന്റെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിലും വാർത്താ സമ്മേളനത്തിലും പങ്കെടുത്തു. ടോപ്കോസ് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ വന്നതിന്റെ ലോഞ്ചാണ്. ടോപ്കോസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ 4 ഭാഷയിലും കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം 4 ലാംഗ്വേജിലെയും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ
ഒരു കൺസോർഷ്യമാണ്. 4 ഭാഷയിലും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കൺസോർഷ്യമാണ്. 4 ഭാഷയും കൂടെ ചേർന്നിട്ടുള്ള ആദ്യമായി ഒരു സംഘടന നിലവിൽ വരികയാണ് സൗത്ത് ഇന്ത്യയിൽ. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ പ്രസാദ് റാവു സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ടെലിവിഷൻ ഇൻഡസ്ട്രിയെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സംഘടനയിലേക്കുള്ള യാത്രയാണ് അടുത്തത്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.